അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സൂറത്തുൽ മറിയമിലെ ബാക്കി ഭാഗം തന്നെയാണ്. കൂടുതൽ മുഖവുരയില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹു ഹദാ സിറാത്തും മുസ്തഖീം. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും, തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്. ഫഅ്ബുദൂഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം. ഹദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗം. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹു ഹദാ സിറാത്തും മുസ്തഖീം. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഇങ്ങനെ പറയുകയും ചെയ്തു, തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും നാഥനാണ്, അതുകൊണ്ട് അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ഇതാണ് നേരായ മാർഗം. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ മശ്ഹദി യൗമിൻ അളീം. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, പിന്നീട് അവർക്കിടയിൽ നിന്ന് വിവിധ കക്ഷികൾ വ്യത്യസ്ത അഭിപ്രായക്കാരായി തീർന്നു. ഫവൈലുൽ ലില്ലദീന കഫറൂ, ആ സത്യനിഷേധികൾക്ക് വമ്പിച്ച നാശം. മിൻ മശ്ഹദി യൗമിൻ അളീം, ഭയങ്കരമായ ഒരു ദിവസം വന്നെത്തുന്നത് മൂലം. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം ഫവൈലുൽ ലില്ലദീന കഫറൂ മിൻ മശ്ഹദി യൗമിൻ അളീം, പിന്നീട് അവർക്കിടയിൽ നിന്ന് വ്യത്യസ്ത കക്ഷികൾ വ്യത്യസ്ത അഭിപ്രായക്കാരായി തീർന്നു. ഭയങ്കരമായ ഒരു ദിവസം വന്നെത്തുക മൂലം ആ സത്യനിഷേധികൾക്ക് വമ്പിച്ച നാശം. അസ്മി ബിഹിം വഅബ്സിർ യൗമ യഅ്തൂനനാ ലാകിനിൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ. അസ്മി ബിഹിം വഅബ്സിർ, അവർക്ക് എന്തൊരു കാഴ്ചയും കേൾവിയുമാണ് ഉണ്ടാകുക. യൗമ യഅ്തൂനന, നമ്മുടെ അടുത്ത് വരുന്ന ദിവസം. ലാകിനിൽ ളാലിമൂന, പക്ഷെ അക്രമികളായ ആളുകൾ, അൽ യൗമ, ഇന്നത്തെ ദിവസം, ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. അസ്മി ബിഹിം വഅബ്സിർ യൗമ യഅ്തൂനനാ ലാകിനിൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ, നമ്മുടെ അടുത്ത് വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ച ശക്തിയുമായിരിക്കും, പക്ഷേ അക്രമികൾ ഇന്ന് വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണ്. വഅൻസിർഹും യൗമൽ ഹസ്രതി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ല വഹും ലാ യുഅ്മിനൂൻ. വഅൻസിർഹും യൗമൽ ഹസ്ര, ഖേദത്തിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് അവർക്ക് നീ മുന്നറിയിപ്പ് നൽകണം. ഇത് ഖുദിയൽ അംറു, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന സമയം. വഹും ഫീ ഗഫ്ല, അവർ അശ്രദ്ധയിലാണ്. വഹും ലാ യുഅ്മിനൂൻ, അവർ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. വഅൻസിർഹും യൗമൽ ഹസ്രതി ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. നബിയെ, ഖേദത്തിൻ്റെ ദിവസത്തെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന സന്ദർഭത്തെക്കുറിച്ച് അവർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക. അവരിന്ന് അശ്രദ്ധയിലാണ്, അവർ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. ഇന്നാ നഹ്നു, നിശ്ചയമായിട്ടും നമ്മൾ, നരിസുൽ അർള വമൻ അലൈഹ, ഭൂമിയെയും ഭൂമിയിലുള്ളവരെയും അനന്തരാവകാശമായി എടുക്കുന്നു. വഇലൈനാ യുർജഊൻ, അവർ നമ്മിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുന്നു, അല്ലെ മടക്കപ്പെടുകയും ചെയ്യുന്നു.
ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. തീർച്ചയായും ഭൂമിയെയും അതിലുള്ളവരെയും നാം തന്നെ അനന്തരാവകാശമായി എടുക്കുന്നതാണ്. നമ്മുടെ അടുത്തേക്ക് തന്നെ അവർ മടക്കി അയക്കപ്പെടുകയും ചെയ്യും. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം, ഈ ഗ്രന്ഥത്തിൽ താങ്കൾ നബിയെക്കുറിച്ചും ഓർക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ, തീർച്ചയായും അദ്ദേഹം അങ്ങേയറ്റം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ, താങ്കൾ ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹിം നബിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം അങ്ങേയറ്റം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഇദ് ഖാല ലി അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. യാ അബതി ലിമ തഅ്ബുദു, എൻ്റെ ഉപ്പ, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? മാലാ യസ്മൗ, കേൾക്കാൻ പറ്റാത്ത ഒന്നിന്, വലാ യുബ്സിറു, കാണാൻ പറ്റാത്ത ഒന്നിനും, വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ഉപകരിക്കപ്പെടാത്തതുമായ ഒരു വസ്തുവിന് എന്തിനാണ് നിങ്ങൾ ഇബാദത്തെടുക്കുന്നത്? ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅ്ബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ. അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ പിതാവെ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തതും ഒരു കാര്യത്തിന് താങ്കൾക്ക് ഉപകരിക്കാത്തതുമായ വിഗ്രഹങ്ങൾക്ക് താങ്കൾ എന്തിനാണ് ഇബാദത്തെടുക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. യാ അബതി, എൻ്റെ പിതാവേ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, നിശ്ചയം എനിക്ക് അറിവിൽ നിന്ന് കിട്ടിയിരിക്കുന്നു, മാ ലം യഅതിക, അവർക്ക് കിട്ടാത്തത്, ഫത്തബിനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം, അഹ്ദിക സിറാത്തൻ സവിയ്യ, ഞാൻ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് വഴി നടത്താം. എന്താ ആയത്തൊന്നും കൂടി നോക്കാം. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിനി അഹ്ദിക സിറാത്തൻ സവിയ്യ. എൻ്റെ പിതാവേ, തീർച്ചയായും താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്നെ പിന്തുടരുക, ഞാൻ താങ്കൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം. യാ അബതി ലാ തഅ്ബുദി ശൈത്വാൻ ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യാ. യാ അബതി, എൻ്റെ പിതാവേ, ലാ തഅ്ബുദി ശൈത്താൻ, നിങ്ങൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. ഇന്ന ശൈത്വാന, തീർച്ചയായും പിശാച്, കാനൽ റഹ്മാനി, കാരുണ്യവാനായ അള്ളാഹുവിനോട് അസിയ, ധിക്കാരം കാണിക്കുന്നവനാണ്. യാ അബതി ലാ തഅ്ബുദി ശൈത്വാൻ ഇന്ന ശൈത്വാന കാനൽ റഹ്മാനി അസിയ. എൻ്റെ പിതാവേ, താങ്കൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. തീർച്ചയായും പിശാച് കാരുണ്യവാനായ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവനാകുന്നു. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ്യാ. യാ അബതി, എൻ്റെ പിതാവേ, ഇന്നി അഖാഫു, നിശ്ചയം ഞാൻ ഭയപ്പെടുന്നു, അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന്. ഫതകൂന,
അപ്പം നിങ്ങളായി പോകും. ഈ ഷെയ്ത്വാനി വലിയ ഷെയ്ത്താൻ്റെ കൂട്ടുകാരനായി പോകുമെന്നും ഞാൻ ഭയപ്പെടുന്നു. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ. എൻ്റെ പിതാവേ, കാരുണ്യവാനായ അള്ളാഹുവിങ്കൽ നിന്നുള്ള ശിക്ഷ താങ്കളെ ബാധിക്കുമെന്നും അങ്ങനെ താങ്കൾ പിശാചിൻ്റെ കൂട്ടുകാരനായി തീരുമെന്നും തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. കാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. കാല, അപ്പോൾ അയാൾ ചോദിച്ചു, അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, നീ എൻ്റെ ദൈവങ്ങളെ വെറുക്കുകയാണോ? ലൈലൻ തൻതഹി, നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ല അർജുമന്നക്ക, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും. വഹിജുർനി മലിയ, നീ എങ്ങാനും രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷിതനായി എന്നെ വിട്ടു പോയിക്കൊള്ളുക, എങ്ങോട്ടൊക്കെ ഓടിപ്പോയിക്കോന്ന് പറഞ്ഞു. കാല റാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. അയാൾ ചോദിച്ചു, ഓ ഇബ്രാഹിം, എൻ്റെ ഇലാഹുകളെ നീ വെറുക്കുകയാണോ? നീ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം തീർച്ചയായും നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും. നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുരക്ഷിതനായി എന്നെ വിട്ടുപോയിക്കൊള്ളുക. സലാമുൻ ലക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയ്യാ. കാല, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, സലാമുൻ ലക, താങ്കൾക്ക് സലാം. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ താങ്കൾക്ക് വേണ്ടി എൻ്റെ രക്ഷിതാവിനോട് പൊറുക്കലിനെ തേടും. ഇന്നഹു കാന ബി ഖഫിയ്യ, അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു. കാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഖഫിയ്യ. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് സലാം, എൻ്റെ നാഥനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ പാപമോചനത്തിന് തേടിക്കൊള്ളാം. തീർച്ചയായും അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു. വഅ്തസിലുക്കും വമാ തദഊന മിൻ ദൂനില്ലാഹ് വദൂ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. വഅ്തസിലുക്കും, ഞാൻ വിട്ടൊഴിയുന്നു, നിങ്ങളെ ഞാൻ വിട്ടൊഴിയുന്നു. വമാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നതിനെയും ഞാൻ വിട്ടൊഴിവാകുന്നു. വഅദൂ റബ്ബി, എൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി, എൻ്റെ നാഥനെ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും ആവുകയില്ല ശക്കിയ, നിരാശനാവുകയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വഅ്തസിലുക്കും വമാ തദഊന മിൻ ദൂനില്ലാഹ് വദൂ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യാ. നിങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരെയും ഞാൻ വിട്ടൊഴിയുകയും എൻ്റെ നാഥനെ ഞാൻ ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ നാഥനെ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ നിരാശനാവുകയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫലമ്മ ഇഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ് വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅ്കൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യാ. ഫലമ്മ ഇഅ്തസലഹും, അങ്ങനെ അദ്ദേഹം അവരെ വിട്ടൊഴിവാക്കിയപ്പോൾ, വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ അവർ ആരാധിക്കുന്നവരെയും വിട്ടൊഴിഞ്ഞപ്പോൾ, വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅ്കൂബ്, അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും യഅ്കൂബിനെയും നൽകി. വകുല്ലൻ ജഅൽനാ നബിയ്യ,
എല്ലാവരെയും നാം നബിമാരാക്കുകയും ചെയ്തു. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. അങ്ങനെ ആ ജനങ്ങളെയും അള്ളാഹുവിനെ കൂടാതെ അവരാരാധിക്കുന്നവരെയും വിട്ടൊഴിഞ്ഞപ്പോൾ പുത്രൻ ഇസ്ഹാക്കിനെയും പൗത്രൻ യാക്കൂബിനെയും നബിക്ക് നാം നൽകി. എല്ലാവരെയും നാം നബിമാരാക്കുകയും ചെയ്തു. വവഹബ്നാ ലഹും മിൻ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യാ. വവഹബ്നാ ലഹും മിൻ റഹ്മതിനാ, അവർക്കെല്ലാം നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് നാം നൽകി. വജഅൽനാ ലഹും, അവരെ നാം ആക്കി. ലിസാന സിദ്ഖിൻ അലിയ്യ, സത്യത്തിൻ്റെ ഉന്നതമായ സൽകീർത്തിയിൽ അവരെ മാറ്റി. വവഹബ്നാ ലഹും മിൻ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ്യ, അവർക്കെല്ലാം നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് നാം കൊടുക്കുകയും സത്യത്തിൽ ഉന്നതമായ സൽകീർത്തി അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഈ ഭാഗങ്ങളിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത്. ഈ വിഷയവും നേരത്തെ മറിയമിൻ്റെ വിഷയം കൊണ്ട് പറഞ്ഞതുപോലെ ജൂതന്മാർ ഇബ്രാഹിം നബി നമ്മുടെ ആളാണെന്നും അതേസമയത്ത് ക്രിസ്ത്യാനികൾ ഈ ഇബ്രാഹിം നബി നമ്മുടെ ആളാണെന്നും നമ്മൾ ഇബ്രാഹിമിൻ്റെ മക്കളാണെന്നും വാദിക്കാറുണ്ട്. ഇസ്രായേലി പരമ്പര എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതിനുള്ളൊരു മറുപടിയാണ് ഈ 50 വരെ കൂടുന്ന വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഖുർആനിലൂടെ മതങ്ങൾ, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ, ഈ നമ്മുടെ അബ്രഹാം അക്കോഡൊക്കെ ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് ഇതൊക്കെ നമ്മൾ വായിച്ചു പോകുക എന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആശയങ്ങൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.